ഇപ്പോൾ പ്രസ് മീറ്റിൽ എനിക്ക് എൻ്റെ കൂടെ കണ്ണ് നിറഞ്ഞ ഒരു സീൻ ഇവിടെ ഉണ്ടായി. ടോവി ഒരു കാര്യം പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നും ആരും പറയാറില്ല. ടോവി പറഞ്ഞ ബാറ്റ വേണ്ട എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അത് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അങ്ങനെ ആരും പറയാറില്ല. അപ്പോൾ അവർക്ക് എന്തുമാത്രം സ്നേഹമാണ് ഈ സിനിമയിലെന്ന് എനിക്ക് തോന്നി അങ്ങനെ പറഞ്ഞതിൽ. അല്ല അത് അങ്ങനെയൊക്കെ ഇങ്ങനെ നമുക്ക് നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് നല്ല സിനിമകൾ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഇത് കളക്റ്റീവായിട്ടുള്ള ഒരു ആർട്ട് ഫോം ആണല്ലോ. ഇത് ആരും ഒറ്റയ്ക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു മാജിക് ഉണ്ടാക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഡയറക്ടർ വിചാരിക്കണം, ആക്ടേഴ്സ് വിചാരിക്കണം, ബാക്കി ടെക്നീഷ്യൻസ് വിചാരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇവരൊക്കെ വിചാരിച്ചാൽ മാത്രമൊന്നും ഇതുണ്ടാവില്ല. അതിൻ്റെ പുറത്ത് വേറെ ഒരുപാട് ആൾക്കാർ ഇതിൽ മാസങ്ങളോളം പണിയെടുത്തതിന് ശേഷമാണ് നമ്മൾ ഷൂട്ടിങ് തുടങ്ങുന്നത് തന്നെ. അത് കഴിഞ്ഞിട്ട് ആ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണെങ്കിൽ പോലും നമുക്ക് ഷൂട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് തിരിച്ച്, അതായത് ഷൂട്ട് കഴിഞ്ഞു ഈ റൂമിൽ പോയിട്ട് നാളെ രാവിലെ ഷൂട്ടിന് വന്നാൽ മതി എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ നമ്മുടെ ലൈറ്റ് ബോയ്സ് ചേട്ടന്മാരൊക്കെ ആണെങ്കിൽ ഈ ലൈറ്റിലുള്ള ചേട്ടന്മാരൊക്കെ വെച്ചാൽ ഈ കെട്ടി വെച്ചേക്കുന്ന ലൈറ്റ് മൊത്തം ഇറക്കി പാക്ക് ചെയ്ത് വണ്ടി കയറ്റി അവർ തിരിച്ച് റൂമിലേക്ക് എത്തുമ്പോഴത്തേക്കും ചിലപ്പോൾ തിരിച്ചു വരാനുള്ള സമയമാവും അവർക്കൊന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു സിനിമാ മേഖല എന്ന് പറയുന്ന മേഖല. അല്ലാണ്ട് നമ്മൾ ഇപ്പോൾ ചിലപ്പോൾ എനിക്കൊന്ന് ഇൻ്റർവ്യൂസിലും അല്ലെങ്കിൽ സിനിമയിൽ സ്ക്രീനിലൊക്കെ നമ്മൾ മാത്രം കാണുന്നവരോട് നമ്മൾ മാത്രമേ ഉള്ളൂ ഇൻഡസ്ട്രിയിൽ. അല്ല, അങ്ങനെയല്ല, ഒരുപാട് പേരുണ്ട്. അവർക്കെല്ലാവർക്കും ആ ഒരു അഡീഷണൽ ഡാറ്റ എന്ന് പറയുന്നത് ചെറിയ എമൗണ്ടും അല്ല, വലിയ എമൗണ്ട് തന്നെയാണ്. അവരായിട്ട് ഇത് അവരോട് നമ്മുടെ പ്രൊഡ്യൂസറോ പ്രൊഡക്ഷൻ്റെ ഭാഗത്തോ റിക്വസ്റ്റ് ചെയ്തിട്ട് പോലുമില്ല, അവരായിട്ട് പറഞ്ഞാൽ ഞങ്ങൾ കണ്ടതാണ്. അത് കാരണം കൊണ്ട് ആരുടെയും തെറ്റുകൊണ്ടല്ല ആ സമയം വൈകിപ്പോയത്. ടാങ്കിന് ലീക്ക് ഉണ്ടാവുക എന്നൊക്കെ പറയണത് സംഭവിച്ചു പോയി. അത് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണെങ്കിൽ ഓക്കെ, ഞങ്ങൾ കണ്ട കാര്യമാണ്, ഞങ്ങളത് മേടിക്കുന്നത് ശരിയല്ല, ഞങ്ങൾക്കത് വേണ്ട എന്ന് ഇങ്ങോട്ട് വന്ന് പറയുകയാണ് ചെയ്തത്. അപ്പോൾ അന്നിപ്പോൾ ചേട്ടൻ പറഞ്ഞില്ല, ചേട്ടൻ കണ്ണു പറഞ്ഞു, ഞങ്ങളുടെയൊക്കെ കേട്ടപ്പോൾ കണ്ണു പറഞ്ഞു. അതെന്തൊരു അതിനൊക്കെ എങ്ങനെയാണ് തിരിച്ചെന്താ ചെയ്യുക എന്നറിയില്ല. അല്ല, അതൊക്കെ മനസ്സിലിടുന്ന സ്നേഹമാണ് ടോവി. എല്ലാവർക്കും അങ്ങനെ പറയാനും കഴിയില്ല. അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് വാങ്ങുന്നതല്ല, അവർ നമുക്ക് തരുവാണ് ചെയ്യുന്നത്. പിന്നെ ഒരു കാരണം ഒരുപക്ഷെ ഞങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങളൊക്കെ ഒരു കുടുംബം പോലെ ആയിരുന്നു. 10-14 ദിവസം നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്കത് അത്ര എളുപ്പമൊന്നുമല്ലായിരുന്നു. കുറേ നമ്മൾ ആഗ്രഹം അതിഭീകരവും നമ്മുടെ അതിനുള്ള നമ്മളുടെയുള്ള സന്നാഹങ്ങൾ കുറച്ചാവുന്ന സമയത്ത് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് കുറച്ച് അഡീഷണൽ വർക്ക് ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ ഇങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ. എനിക്കൊന്ന് ടോവി ഈ സിനിമ കണ്ട് ട്രെയിലറൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ടോവിയുടെ ഒരു അധ്വാനം, നമ്മൾ അധ്വാനിച്ചാൽ നമുക്ക് സിനിമ കിട്ടുള്ളൂ, അത് സത്യമാണ്. അധ്വാനം എന്ന് പറയുന്നില്ല ഞാൻ, അധ്വാനമാണ് എങ്കിലും അങ്ങനെ പറയേണ്ട കാര്യം പോലും ഇല്ല. ഒരു സിനിമയുള്ളൊരു വിശ്വാസമാണ്. ഒരു 3 വേഷത്തിൽ 3 ക്യാരക്ടറായിട്ട് വരുമ്പോൾ റിസ്ക് ഒത്തിരി എടുത്തിട്ടുണ്ടാവും. ആ സമയങ്ങളിലൊക്കെ ഈ സിനിമ ഞാൻ തന്നെ ചെയ്യണമെന്നൊരു ഡൗട്ട് നേരത്തെ പറഞ്ഞു, ഡൗട്ട് ഞാൻ ചെയ്താൽ മതിയാവുമെന്ന് ചോദിച്ചു. ആ ഡൗട്ട് ക്ലിയർ ചെയ്ത് പോകുന്നത് ഏത് സമയങ്ങളിലൂടെ ആയിരുന്നു? അത് നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊക്കെ ശ്രമിക്കുകയല്ലേ ചേട്ടാ, അല്ലാണ്ട് നമ്മളെല്ലാം തികഞ്ഞിട്ട് ആരെങ്കിലും കൊണ്ടൊന്ന് കിട്ടിയിറക്കിയതൊന്നുമല്ലല്ലോ. ശ്രമമാണല്ലോ. അത് സക്സസ്ഫുൾ ആയാൽ സന്തോഷം, സക്സസ്ഫുൾ ആയില്ലെങ്കിൽ വീണ്ടും ശ്രമിക്കും. അപ്പോൾ അങ്ങനെയല്ലേ നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. എനിക്കെല്ലാം അറിയാം അതുകൊണ്ട് ഞാൻ ഈ ക്യാരക്ടർ ചെയ്യാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് കുറേ കാര്യങ്ങൾ അറിയില്ല, അപ്പോൾ അത് പഠിച്ചിട്ട് ഞാൻ ഈ ക്യാരക്ടർ ചെയ്യും എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കാറുള്ളത്. പിന്നെ സിനിമയോടുള്ള സ്നേഹം കൊണ്ട് നമുക്ക് ഇപ്പോൾ ഈ അധ്വാനമാണെങ്കിലും എന്ത് പറഞ്ഞാലും അതൊക്കെ ഉണ്ടാവും. അതൊക്കെ അന്ന് ചിലപ്പോൾ ഒരു ചെറിയ ക്ഷീണം തോന്നുമായിരിക്കും. പക്ഷെ ആ ക്ഷീണം എല്ലാ കാലത്തേക്കും നിലനിൽക്കില്ലല്ലോ. അതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ ആ പരിക്കുണ്ടാവും. ആ പരിക്ക് പറ്റി നമുക്ക് വേദന ഉണ്ടാവും, ചിലപ്പോൾ കുറച്ച് നാളത്തേക്ക് ഒരു മാർക്കൊക്കെ ഉണ്ടാവും. പക്ഷെ അതും എല്ലാ കാലത്തേക്കൊന്നും നിലനിൽക്കില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ നമ്മൾ ചെയ്തു വെക്കുന്ന സിനിമ നമ്മളുടെ മരണശേഷവും കാലാകാലം നിലനിൽക്കും. തീർച്ചയാണ്, തീർച്ചയാണ്. ഒരു എപ്പോഴും നല്ല രീതിക്ക് ഹാപ്പി മൂഡാണ് ഈ സിനിമയിൽ. ലൊക്കേഷനിൽ ഹാപ്പി മൂഡ് തന്നെയാണ്. ചിരിക്കാനും ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ബേസിനിൽ ഒത്തിരി ഉപകാരപ്പെട്ടു എന്നാണ് ഞാൻ അറിയുന്നത്. ലൊക്കേഷനിൽ നിന്ന് അറിഞ്ഞ കാഴ്ചകളാണ്, കേൾവികളാണ്. എങ്ങനെയായിരുന്നു? ഇല്ല, ആക്ച്വലി അത്ര എനിക്ക് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. ഇവന്റെ ഒരു പ്രഷർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ സിനിമ ഈ കുറേ പ്രതിബന്ധങ്ങളെ നമ്മൾ അതിജീവിച്ച് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഷൂട്ടിംഗ് ഡേയ്സ് ഒക്കെ കുറച്ച് അഡീഷണൽ. അപ്പോൾ ഇവൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇവൻ കുറേ നാൾ കാത്തിരുന്നിട്ട് ഇവന് ഒരു കുട്ടി ഉണ്ടാവുന്നു. ആ കുട്ടി ഉണ്ടാവാനായിട്ട് വൈഫിൻ്റെ ഡെലിവറിക്ക് മുമ്പ് ഇതിൻ്റെ ഷൂട്ട് തീർത്ത് കുറച്ച് ദിവസമെങ്കിലും കൂടെ നിൽക്കണം എന്നുള്ളത് ഇവനെ ആദ്യമേ പറയണത് എനിക്ക് അറിയാം. പക്ഷെ അതിൻ്റെ ഒരു പ്രഷറും കൂടെ ഉണ്ടായിരുന്നു ഷൂട്ട് തീരാതിരിക്കുന്ന സമയത്ത്. അതെ അതെ. അപ്പൊ അത് അങ്ങനെ അതൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാനാണ് ഉപദേശമൊക്കെ കൊടുത്തത്. അതാ ഇവന് കൂടെ ഉണ്ടാവണം. അന്നേരം മറ്റേ ഇതൊക്കെ ഉണ്ടാവും, മറ്റേ ഹോർമോൺ ചേഞ്ചസും മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാവും അത് വൈഫിന്. അപ്പൊ ആ സമയത്ത് നമ്മൾ കൂടെ ഉണ്ടാവണം. അവർക്ക് അന്നേരം ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമായിരിക്കുമല്ലോ. അത് കാലാകാലം ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും പറഞ്ഞു. ഞാൻ ഐഡിയ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് പണ്ട്. എന്നിട്ടാണ് അജയന്റെ 2ാം മോഷണം ഷൂട്ട് ഡേറ്റിന് തൊട്ട് മുമ്പ് വരെ ഷൂട്ട് നീണ്ടു പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക്
തിരിച്ചെങ്ങനെയെങ്കിലും പോകണം എന്നുള്ളത് ഇവിടുന്ന് ഇങ്ങനെ ഫോണിൽ വിളിക്കുമ്പോൾ പറയുന്ന വിഷമം ഒറ്റയ്ക്കേ ഉള്ളൂ, പ്രഗ്നൻ്റ് ആണ്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള, അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോകണം എന്നുള്ള ഇതിലായിരുന്നു. പക്ഷേ ഇത് തീർക്കാൻ വേണം. ജിതിൻ കുറേ കാലമായിട്ട് നമ്മൾ ജിതിൻ്റെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് നമുക്കും അതിൻ്റെ ആവശ്യമാണ്. എന്നാൽ നമുക്ക് പേഴ്സണലായിട്ട് നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങളുണ്ട്. പക്ഷേ സിനിമയുടെ ഒരു ടോട്ടാലിറ്റിയിൽ നോക്കുമ്പോൾ അത് വേറെ അതിലും വലിയൊരു ആവശ്യം അവർക്കും ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിൽ നിന്നിട്ട് ഇത് എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ക്ലൈമറ്റും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറേ ഹെക്റ്റിക്കായിട്ട് കൂടെ ഇരുന്ന് ഷൂട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് അസുഖങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് പ്രശ്നമായിരുന്നു എനിക്ക്. അവിടെ മൊത്തത്തിൽ ഷൂട്ട് അങ്ങോട്ട് ചെല്ലുന്നത് എനിക്ക് പേടിയായിരുന്നു. അയ്യോ, ആ ലൊക്കേഷനിലേക്ക് എത്തുമ്പോൾ തന്നെ എനിക്ക് അതൊരു പ്രത്യേക ലൊക്കേഷൻ ആയിരുന്നു. രാവിലെ ആകുമ്പോ കുറേ പേരെ കൊണ്ടുവന്ന് ഇറക്കും, പണിയൊക്കെ തീർന്ന് വൈകുന്നേരം ആകുമ്പോ തിരിച്ച് തൂങ്ങിക്കൊണ്ടാക്കും. എന്തിനാ പിറ്റേ ദിവസം പണിക്ക് കൊണ്ടുവരാം. അതെ, അതൊരു എന്താ പറയുക, ഒരു പ്രത്യേക ഹാബിറ്റാറ്റ് ആയിരുന്നു ആ ലൊക്കേഷൻ. അത് പകല് ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ പൊരിയ ചൂട്, പൊടിയും അതും ഇതൊക്കെ. രാത്രി ആയി കഴിഞ്ഞാൽ മഞ്ഞിറങ്ങും. അങ്ങനത്തെ ഒരു, അത് കാസർഗോഡ് അങ്ങനത്തെ ഒരു സ്ഥലം, മഞ്ഞിറങ്ങുന്ന സ്ഥലം. അപ്പോൾ രാത്രിയാകുമ്പോൾ മഞ്ഞും തണുപ്പും ഭയങ്കരമായിട്ടുള്ള ഇതും, പകല് പൊടിയും ചൂടും. ഈ രണ്ട് ക്ലൈമറ്റും കൂടെ എക്സ്ട്രീം അങ്ങനെ ഒരു സ്ഥലം തന്നെ വേണം, ലൊക്കേഷന് വേണം. അതെ, അതിന്റെ പുറമെ ലൊക്കേഷനിൽ ഫ്രെയിമിന് ഭംഗി കൂട്ടാനായിട്ട് പുക ഇടുമല്ലോ, ഈ പറഞ്ഞ ഡീസൽ പുക അടിക്കുമല്ലോ. അപ്പൊ അതുണ്ട്, മഞ്ഞുണ്ട്, പൊടിയുണ്ട്, എല്ലാം കൂടെ ആയിട്ട് നമുക്ക് മൊത്തത്തിൽ അങ്ങനെ എനിക്ക് ന്യൂമോണിയ ഒക്കെ വന്നത് ഈ ഷൂട്ടിന്റെ ഇടയിൽ. ഇവിടെ പുക, അവിടെ അതിലും വലിയ പുക. അപ്പൊ എല്ലാം കൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും ഇത് എല്ലാം കൂടെ ആയിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു ഷൂട്ടിങ്ങിന്റെ ഇടയിൽ. മിന്നലിന്റെ ക്ലൈമാക്സിൽ പിന്നെ എങ്ങനെയായിരുന്നു? അവിടെ ഒത്തിരി അനുഭവിച്ചാ, അവിടെ ആക്ഷൻ കൊട്ടേ പറഞ്ഞിട്ടുള്ളൂ. നീ പഴം നിന്നോണ്ടിരിക്കുമ്പോ ഞാൻ ആ പുകയിൽ അഭിനയിക്കുവാണ്. ഞാൻ ഇവിടെ ഒരു അഭിനേതാവിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞോണ്ടിരിക്കുമ്പോ നീ, ഞാൻ പിന്നെ പ്രൊഡ്യൂസറുടെ ബുദ്ധിമുട്ടാണ് പറഞ്ഞത്. അല്ല ബേസിലെ പറഞ്ഞ മനസ്സിലാ, അവിടെ പഴം തന്നെ തന്നെയാണ്, നമ്മളിവിടെ പുകയടിച്ച് നിൽക്കുകയാണ്. അപ്പൊ ഡയറക്ടർ സ്പെഷ്യൽ ഓട്ടം കൊടുത്തോണ്ടിരിക്കുകയാണ്, അതിൽ നിന്നൊരു പഴം കിട്ടാൻ. വൈകുന്നേരം ബ്രെഡ് പഴം കിട്ടും, അതെല്ലാവർക്കും കിട്ടും. പഴം നല്ല ഒന്നാം തരം പാളയംകോടൻ പഴം പുലർച്ചെയാകുമ്പോ. അതെ, അപ്പൊ അത് വേറെ കഥ, അത് നമ്മളിവിടെ അതിന് പ്രസക്തിയില്ല. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഭയങ്കര എൻജോയ് ചെയ്ത ഷൂട്ടൊന്നുമല്ല, പക്ഷെ ഷൂട്ടിന്റെ പ്രോസസ്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇവരിത് ഉണ്ടാക്കി എടുക്കുന്നത് കാണാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അതായത് ചെറിയൊരു കഥയിൽ തുടങ്ങിയ ഒരു ഐഡിയ ആണിത്. നമ്മൾ പണ്ട് ഈ പറയുന്ന ഗോദയുടെ സമയത്താണ് ജിതിൻ ഇതിന്റെ സ്ക്രിപ്റ്റ് ഞാൻ ആദ്യമായിട്ട് വായിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ നടനായിട്ടൊന്നുള്ള രീതിയിലല്ല, സ്ക്രിപ്റ്റ് വായിക്കാൻ തന്നപ്പോൾ ഞാൻ വായിച്ചെന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് ഒരു കുഞ്ഞു സിനിമ, ഒരു ചെറിയ ഐഡിയ, പക്ഷെ അതിനൊരു യൂണിവേഴ്സൽ അപ്പീൽ ഉണ്ടായിരുന്നു അതിൻ്റെ ഐഡിയക്ക്. അപ്പോൾ അതിനെ അവൻ വലുതാക്കി അതിൻ്റെ റൈറ്റർ സുജിത്തേട്ടനും കൂടെ ഇരുന്ന് വലുതാക്കി പിന്നീട് മിന്നൽ മുരളി സംഭവിക്കുന്നു. അതിൻ്റെ ഷൂട്ടിൻ്റെ ഇടയിലൊക്കെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഗോദ കഴിഞ്ഞ് അടുത്ത സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇവർ അതിൻ്റെ സ്ക്രിപ്റ്റിലും അതിനെ വലുതാക്കുന്ന രീതിയിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ടോവിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജിതിനും സുജിത്തേട്ടനും വരും. അവരുടെ ഡിസ്കഷൻ ഇതിന് ഈ വലിപ്പം ഉണ്ടായതിൽ മിന്നൽ മുരളിക്കും വലിയൊരു പങ്കുണ്ട്. അതായത് മിന്നൽ മുരളി അത്രയും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയും വലിയ ഹിറ്റാവുകയൊക്കെ ചെയ്ത കാരണം കൊണ്ട് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഉള്ള ഒരു അത്രയുമെങ്കിലും ബഡ്ജറ്റിൽ നമുക്ക് ഈ ഒരു സിനിമ ചിന്തിക്കാൻ പറ്റിയത്. അതെ, തീർച്ചയാണ്. ആ ഒരു സിനിമയുടെ ഒരു സംഭവം കറക്റ്റാണ് പറയട്ടെ. നമ്മൾ പ്രതീക്ഷിക്കുന്ന അപ്പുറത്തേക്കാണ് മിന്നൽ മുരളി നമ്മൾ കണ്ടത്. അപ്പോൾ അതിനൊരു പങ്ക് തന്നെയാണിത്, ഉറപ്പായിട്ടും. അതെ, അപ്പൊ അങ്ങനെ ഒരു ജേർണി ത്രൂ ഔട്ട് ഈ സിനിമയ്ക്കുണ്ട്. ഇത് എന്റെ ഓണം, എന്റെ മൈജി ഓണം മാസോണം സീസൺ 2.